സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവി കാണുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഇവന്റ്സ് ഉണ്ട്. ഈ ഒരു മൂവിക്ക് മുന്നേ ഒരുപാട് മൂവീസും സീരീസും കാണാനുണ്ട്. ഞാൻ അതിന്റെയൊക്കെ ഒരു ഷോർട്ട് സ്റ്റോറി പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോയിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ സ്പൈഡർമാൻ മൂവീസിൽ ഇതിനു മുന്നുള്ള സ്റ്റോറി ലൈൻ എന്താണെന്നും അല്ലെങ്കിൽ ഈ ഒരു സിനിമയിൽ അപ്പിയർ ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അവരുടെ സ്റ്റോറി ലൈനും അവർ ഇതിനു മുന്നേ എവിടെയായിരുന്നു, അവരെങ്ങനെയാണ് ഈ ഒരു മൂവിയിൽ കണക്ട് ആവുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു മൂവിയിൽ സ്പൈഡർമാൻ മാത്രമല്ല വേറെയും കുറെ ക്യാരക്ടേഴ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട്. ഹൾക്ക് ഉണ്ട്, ഡെയർ ഡെവിൾ ഉണ്ട്, പണിഷർ ഉണ്ട് ആൻഡ് ജീൻ ഉണ്ട്. നമ്മൾ എക്സ്മാനിലെ ജീന്റെ കാര്യം കൺഫേം അല്ല. നമ്മൾ എക്സ്മാനിലെ ജീൻ ഉണ്ടല്ലോ, ഇതിൽ സാഡി സിംഗിന്റെ ക്യാരക്ടർ ജീൻ എന്നൊക്കെ പറയുന്ന ഒരു റൂമർ ഉണ്ട്, കൺഫേം അല്ല. ആൻഡ് ഡെയർ ഡെവിലിന്റെ കാര്യം നോക്കുവാണെങ്കിൽ പോലും ട്രെയിലറിൽ എവിടെയും കാണിക്കുന്നില്ല. പക്ഷെ ഈ ഒരു സിനിമയിൽ ഒരു പർട്ടിക്കുലർ സീൻ ഉണ്ട്. ട്രെയിലറിൽ കാണിക്കുന്ന ആ ഒരു സ്പൈഡർമാനും ഹാൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫൈറ്റ് ചെയ്യുന്ന ജയിലാണ്. ആ ജയിലിൽ ഇതിനു മുന്നേ പോയിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ നമ്മളെ ഡെയർ ഡെവിലാണ്. കാരണം ഡെയർ ഡെവിൽ ബോൺ അഗൈൻ 2 പുള്ളിക്കാരൻ അവസാനം പോകുന്ന ജയിലിലോട്ടാണ്. സോ ആ ഒരു ജയിലിലാണ് നമ്മൾ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്നത്. ആൻഡ് സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ഹാൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓൾറെഡി ഇതിനു മുന്നേ MCU വന്നിട്ടുണ്ട്. നമ്മുടെ ഡെയർ ഡെവിൽ സീസൺ 2 വന്നിട്ടുണ്ട്, അയൺ ഫ്യൂസിലും വന്നിട്ടുണ്ട്, ഡിഫൻഡേഴ്സിലും വന്നിട്ടുണ്ട്. ആൻഡ് സ്പൈഡർമാൻ മൂവിയിൽ വരുവാണെങ്കിൽ ടോം ഹോളന്റെ സ്പൈഡർമാൻ ആദ്യമായിട്ട് MCU അപ്പിയർ ചെയ്യുന്ന എപ്പോഴും ചോദിച്ചാൽ ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലാണ്. അതിലാണ് ആദ്യമായിട്ട് സ്പൈഡർമാൻ വരുന്നത്. കൊണ്ടുവരുന്നതാണെങ്കിൽ നമ്മൾ അയൺമാൻ ആണ്. ആ ഒരു മൂവിയിൽ സംസാരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ സൊക്കോവി അക്കോർഡ്സ് എന്ന് പറയുന്ന ഒരു ഇവന്റ് നടക്കുകയും അതിൽ അവഞ്ചേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതായത് ഗവൺമെന്റ് പറയും ആ അവഞ്ചേഴ്സ് ഗവൺമെന്റ് അണ്ടറിൽ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ അയൺമാനും ബാക്കിയുള്ളവരൊക്കെ അത് അപ്രൂവ് ചെയ്യും. പക്ഷേ ക്യാപ്റ്റൻ അമേരിക്കയും ബാക്കിയുള്ളവർ വേണ്ടെന്ന് പറയും. സോ ഇവർ തമ്മിലുള്ള കോൺഫ്ലിക്ട്സും ഇവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കും. സോ ആ ഒരു ഫൈറ്റിന്, ആ ഒരു ടീമിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺമാൻ സ്പൈഡർമാനെ തേടി പോകുന്നതും MCUലോട്ട് കൊണ്ടുവരുന്നത്. ടോം ഹോളന്റെ സ്പൈഡർമാന്റെ ഒരു ഒറിജിനൽ സ്റ്റോറി എവിടെയും കാണിക്കുന്നില്ല. അതായത് പുള്ളിക്കാരനും ആ ഒരു റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സ്പൈഡർ കടിച്ച് തന്നെയാണ് ആ ഒരു പവർ കിട്ടിയെങ്കിലും അത് വിഷ്വലി എവിടെയും കാണിക്കുന്നില്ല. ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ഫസ്റ്റ് സ്പൈഡർമാൻ ആയിട്ടുള്ള ടോബി മഗ്വയറുടെ ആ ഒരു ഓർഗാനിക് സ്പൈഡർ വെബ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഓർഗാനിക് വെബ് ഒന്നും ടോം ഹോളൻഡിന് ഇല്ല. ടോം ഹോളൻഡ് അപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഷൂട്ടേഴ്സ് വെച്ചിട്ടാണ്. ആ ഒരു ഓർഗാനിക് വെബ് പുള്ളിക്കാരന് വരുന്നുണ്ട്. അത് ഈ ഒരു സിനിമയിലാണ് വരുന്നത്. ഈ ഒരു മൂവിക്ക് മുന്നേ അത് എവിടെയും വരുന്നില്ല. ലൈക്ക് ഷൂട്ടേഴ്സ് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ അയൺമാൻ വന്ന് കൊണ്ടുപോകും ആ ഒരു സിവിൽ വാറിലെ ഫൈറ്റിന് വേണ്ടിയിട്ട്. ആ ഒരു എയർപോർട്ട് ഫൈറ്റിൽ ഫുള്ള് നമ്മുടെ സ്പൈഡർമാൻ ഉണ്ട്. പിന്നെ ആ ഒരു മൂവിയിൽ വേറെ എവിടെയും കാണാൻ പറ്റത്തില്ല. ആ ഒരു ഫൈറ്റ് സീക്വൻസിൽ മാത്രമേ നമ്മൾ സ്പൈഡർമാൻ വന്ന് പോകുന്നുള്ളൂ. ആൻഡ് പിന്നീട് സ്പൈഡർമാൻ അപ്പിയർ ചെയ്യുന്നത് സ്പൈഡർമാന്റെ സോളോ മൂവിയായിട്ടുള്ള സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിലാണ്. ആ ഒരു മൂവിലോട്ട് വരുമ്പോൾ സ്പൈഡർമാൻ ഓൾറെഡി പുതിയ സ്യൂട്ടും ടെക്നോളജിയൊക്കെ നമ്മൾ അയൺമാൻ കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടാണ് പുള്ളിക്കാരൻ ആൾക്കാരെ സേവ് ചെയ്യാൻ പോകുന്നത്. വോൾച്ചർ എന്ന് പറഞ്ഞ ആ ഒരു വില്ലനായിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷെ അതിൽ വേറൊരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ സ്പൈഡർമാൻ ഇറങ്ങി പോകും അപ്പോഴൊക്കെ വലിയൊരു പണിയും കൊണ്ടാണ് വരുന്നത്. ഇതിനു മുന്നേ ഇങ്ങനെ അല്ലായിരുന്നു. കാരണം പുള്ളിക്കാരന്റെ ഒരു പുതിയ ടെക്നോളജിയും പുതിയ സ്യൂട്ടൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ എത്ര വലിയ വില്ലനായാലും കുഴപ്പമില്ലാന്ന രീതിക്ക് ഫൈറ്റ് ചെയ്യാൻ പോകും. അവിടെ പോയിട്ട് പല പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പൊ തട്ടിപ്പോന്നുള്ള സിറ്റുവേഷനായി. അവിടെ എല്ലാം നമ്മൾ അയൺമാൻ വന്ന് നമ്മളെ സ്പൈഡർമാനെ രക്ഷിക്കുകയാണ് പതിവ്. അങ്ങനെ ഒരു പോയിന്റ് അയൺമാൻ വന്ന് പറയും ഇത് ശരിയാവത്തില്ല, എനിക്ക് എപ്പോഴും നിന്നെ ഒന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അയൺമാൻ കൊടുത്ത ഒരു സ്യൂട്ടും ആ ഒരു പുതിയ ടെക്നോളജിയൊക്കെ തിരിച്ചെടുക്കും. ആൻഡ് ആ ഒരു മൂവിയുടെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഒരു വൾച്ചറായിട്ടുള്ള ഫൈറ്റിലൊക്കെ സ്പൈഡർമാൻ യൂസ് ചെയ്തിരിക്കുന്നത് താൻ തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത സ്യൂട്ടിലാണ്. ആൻഡ് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സിലൊക്കെ ആകുമ്പോൾ നമ്മൾ അയൺമാൻ ആ ഒരു സ്യൂട്ടും തന്റെ പുതിയ ടെക്നോളജിയൊക്കെ സ്പൈഡർമാന് തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് സ്പൈഡർമാൻ അപ്പിയർ ചെയ്യുന്ന മൂവിയാണ് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. ഇൻഫിനിറ്റി വാറിൽ ആ ഒരു സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ നമ്മൾ അയൺമാൻ ആ ഒരു താനോസിന്റെ ആ ഒരു ആർമിയുടെ ഫൈറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ സ്പൈഡർമാൻ പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് ആ ഒരു അയൺമാന്റെ കൂടെ ചേർന്ന് സ്പേസിൽ പോകലും പിന്നെ അവിടെ നടക്കുന്ന ഫൈറ്റ്സും ഇവന്റ്സ് ഒക്കെ ഓവർകം ചെയ്ത് അവസാനം ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട് താനോസ് അവർ സ്നാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ബ്ലിപ്പിൽ പെട്ട് നമ്മൾ സ്പൈഡർമാനും പോകുന്നുണ്ട്. പിന്നീട് ആ ഒരു 5 വർഷം ശേഷം സ്പൈഡർമാൻ തിരിച്ചു വരുന്ന ആ ഒരു എൻഡ് ഗെയിമിലാണ്. അതായത് ആ ഒരു 5 വർഷം താനോസിന്റെ ആ ഒരു സ്നാപ്പിൽ പറ്റ ആ ഒരു ബ്ലിപ്പിന്റെ തന്നെ ആയിരുന്നു. പിന്നീട് നമ്മൾ ഹൾക്കും ബാക്കിയുള്ളവരൊക്കെ ടൈം ട്രാവൽ ചെയ്ത് ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് ഒക്കെ കൊണ്ടുവന്ന് ഒരു സ്നാപ്പ് ചെയ്ത് പോയവരൊക്കെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെയാണ് നമ്മൾ ആ ഒരു എൻഡ് ഗെയിമിൽ സ്പൈഡർമാൻ തിരിച്ചു വരുന്നത്. സോ പിന്നീട് അതിനുശേഷം നമ്മൾ സ്പൈഡർമാൻ അപ്പിയർ ചെയ്ത മൂവിയാണ് സ്പൈഡർമാൻ ഫാർ ഫ്രം ഹോം. ഈ ഫാർ ഫ്രം ഹോം എന്ന് പറയുന്ന മൂവിയാണ് സ്പൈഡർമാന്റെ സെക്കൻഡ് സോളോ മൂവി. ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് മിസ്റ്റീരിയോ ആണ്. ഇതിലുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് കാര്യങ്ങൾ ശരിക്കും സ്റ്റാർട്ട് ആവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻഡ് ഗെയിമിൽ അയൺമാൻ മരിച്ചല്ലോ. അയൺമാന്റെ മരണശേഷം ആ ഒരു ടെക്നോളജിയും സോഫ്റ്റ്വെയർസും ആ AI ഒക്കെ നമ്മൾ സ്പൈഡർമാന് കൈമാറും. എസ്പെഷ്യലി ഗ്ലാസ്സിലാണ് ആ ഒരു ഈടത്ത് എന്ന് പറയുന്ന പുതിയ ആ ഒരു AI ടെക്നോളജി ഒക്കെ കൊടുക്കുന്നത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ മിസ്റ്റീരിയോ വരുന്നത്. മിസ്റ്റീരിയോ ആ ഒരു സ്പൈഡർമാനോട് സ്നേഹം കാണിക്കുന്നത്. സ്പൈഡർമാൻ മിസ്റ്റീരിയോ ഭയങ്കര ട്രസ്റ്റ് ചെയ്യും. എന്നിട്ട് മിസ്റ്റീരിയോയുടെ സ്പൈഡർമാൻ പറയും നിങ്ങളാണ് അടുത്ത അയൺമാൻ, ഞാൻ അർഹനല്ല, നിങ്ങളാവണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെക്നോളജിയും പരിപാടിയൊക്കെ പുള്ളിക്കാരൻ ട്രാൻസ്ഫർ ചെയ്യും. പിന്നീടാണ് സ്പൈഡർമാൻ അറിയുന്നത് ആ ഒരു മിസ്റ്റീരിയോ എന്ന് പറയുന്ന വില്ലനാണ്. ആ ഒരു സിറ്റുവേഷൻ നിന്നിട്ടാണ് സ്പൈഡർമാനും മിസ്റ്റീരിയോ തമ്മിൽ ഫൈറ്റ് ആവുന്നത്. ആൻഡ് മിസ്റ്റീരിയോ മരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ആക്സിഡന്റ് ആണ്. ആ ഒരു ഡ്രോൺ കാരണമാണ് പുള്ളിക്കാരൻ മരിക്കുന്നത്. സോ മിസ്റ്റീരിയോ മരിക്കുന്നതിന് തൊട്ടുമ്പോൾ അയാൾ ഈ ഒരു പീറ്റർ പാർക്കർ, അതായത് നമ്മുടെ ടോം ഹോളന്റെ ക്യാരക്ടറായിട്ടുള്ള പീറ്റർ പാർക്കർ ആണ് ആ ഒരു സ്പൈഡർമാൻ എന്നുള്ളതിന്റെ ലോകം ഫുൾ അയാൾ റിവീൽ ചെയ്യും. കാരണം അയാളുടെ ഫുട്ടേജും ആ ഒരു എവിഡൻസ് വെച്ചിട്ട് അയാൾ മരണത്തിന് മുമ്പ് ഇതെല്ലാം ലീക്ക് ചെയ്യും. ലീക്കിന് ശേഷം പിന്നീട് ആ ഒരു സിനിമ അവിടെ എൻഡ് ചെയ്യണം. ആൻഡ് അതിനുശേഷം പുള്ളിക്കാരൻ പിന്നീട് അപ്പിയറൻസ് ചെയ്യണം സ്പൈഡർമാൻ നോ വേ ഹോമിലാണ്. നോ വേ ഹോമിലാണ് ശരിക്കും ഇതിന്റെയൊക്കെ ഒരു എന്ത് പറയാ ഒരു പ്രോപ്പർ സ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന് തൊട്ടുമുമ്പ് റിലീസ് ആയിട്ടുള്ള ആ ഒരു മൂവിയിൽ നമ്മൾ മിസ്റ്റീരിയോ മരിക്കുന്നതിന് മുമ്പ് സ്പൈഡർമാൻ ആരാണെന്നും അല്ലെങ്കിൽ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം റിവീൽ ചെയ്തായിരുന്നു. സോ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ നെക്സ്റ്റ് ഡേ, അതായത് ആ സിനിമ എവിടെ എൻഡ് ചെയ്യുന്നു, അതായത് ഫാർ ഫ്രം ഹോം എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ നിന്നാണ് അതിന്റെ നെക്സ്റ്റ് ഡേ എന്നാണ് ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും അറിയാം പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എവിടെയും ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആൻഡ് അതുപോലെ തന്നെയാണ് ഇവന്റെ ഫ്രണ്ട്സും അഫക്ട് ആവുന്നുണ്ട്. കാരണം സ്പൈഡർമാന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കോളേജ് അഡ്മിഷൻസ് റിജക്ട് ആവുന്നുണ്ട്. ഒരുപാട് ഇഷ്യൂസ് അതുപോലെ നെഡ് ആയാലും ശരി MJ ആയാലും എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ വിചാരിക്കും ഓക്കെ ഞാൻ കാരണം ഇവർ അനുഭവിക്കുന്നുണ്ട്, അത് ശരിയാവത്തില്ല. കാരണം ഞാൻ തന്നെ ഇങ്ങനെയായി, ഞാൻ കാരണം ഇവരെല്ലാം
ഇവരെല്ലാം ഇവരുടെ ലൈഫും സ്ട്രഗിൾ ചെയ്യാണ്, ഇതിനെങ്ങനെയെങ്കിലും ഒരു എൻഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ സൊല്യൂഷൻ കണ്ടുപിടിക്കും. അത് വേറൊന്നുമല്ല, ഡോക്ടർ സ്ട്രേഞ്ച് ആണ്. നേരെ പീറ്റർ പാർക്കർ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്ത് പോകും. ഡോക്ടർ സ്ട്രേഞ്ചിനോട് പോയിട്ട് സിമ്പിൾ ആയിട്ട് കാര്യം പറയും, എന്നെ എല്ലാവരും മറക്കണം, കാരണം ഇപ്പൊ ലോകത്തുള്ള എല്ലാവർക്കും എന്നെ അറിയാം, ഞാനാണ് സ്പൈഡർമാൻ, കാരണം മിസ്റ്റീരിയോ റിവീൽ ചെയ്തിട്ട് പോയിട്ടുണ്ട്, അത് എല്ലാവരും മറക്കണം എന്ന് പറയും. അപ്പൊ ഡോക്ടർ സ്ട്രേഞ്ച് പറയും, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല, ഇതിപ്പോ നമുക്ക് ഈസി പീസി ഇപ്പൊ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് എല്ലാവരും മറക്കാനുള്ള ആ ഒരു സ്പെല്ല് ചെയ്യും. അപ്പോഴാണ് നമ്മളെ സ്പൈഡർമാൻ ഇടയിൽ ചെറിയ ചെറിയ ഓൾട്ടറേഷൻസ് നടത്തും. അതെന്താന്ന് വെച്ചാൽ MJ, നെഡ്, ഹാപ്പി, ആൻഡ് മേ ഇവരാരും മറക്കണ്ട, ബാക്കി എല്ലാവരും സ്പൈഡർമാൻ ആരാണെന്നും അല്ലെങ്കിൽ പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം മറക്കണം എന്ന കാര്യം ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയും. ഡോക്ടർ സ്ട്രേഞ്ച് പറയും, ഓക്കെ ഫൈൻ, അങ്ങനെ ചെയ്യാം. പിന്നീട് അതിന്റെ ഇടയ്ക്ക് കയറി വേറെ കുറെ ആൾട്രേഷൻ നടത്തി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലാസ്റ്റ് സ്പെല്ലിന്ന് തെറ്റി മൾട്ടിവേഴ്സ് ഓപ്പൺ ആവും. മൾട്ടിവേഴ്സ് ഓപ്പൺ ആവുന്ന സമയത്ത് സ്പൈഡർമാനെ അറിയുന്ന എല്ലാ വില്ലൻസും പല യൂണിവേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് തേടി വരും. അതായത് നമ്മളെ ഗ്രീൻ ഗ്ലോബിൻ കയറി വരും, ഡോക്ടർ ഒക്ടോപ്സ് കയറി വരും, ലിസാർഡ് ഉണ്ട്, ഇലക്ട്രോ ഉണ്ട്, സാൻഡ്മാൻ, അങ്ങനെ എല്ലാവരും കയറി വരും. അപ്പൊ തന്നെ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ആ ഒരു സ്പെല്ല് വെച്ചിട്ട് ആ ഒരു യൂണിവേഴ്സ് ക്ലോസ് ചെയ്യും. പക്ഷെ അതിനു മുമ്പ് തന്നെ മിക്കവരും വന്നു കഴിഞ്ഞായിരുന്നു. ഇവരെല്ലാം സ്പൈഡർമാനെ ഹണ്ട് ചെയ്ത് നടക്കണം. അപ്പോഴാണ് സ്പൈഡർമാൻ മനസ്സിലാക്കുന്നത്, ഓക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവരെല്ലാം അഫക്റ്റഡ് ആണ്, സോ അവരെല്ലാം ശരിയാക്കണമെന്ന്. അപ്പം ഡോക്ടർ സ്ട്രേഞ്ച് പറയും, ഓക്കെ വന്നവരെ അതുപോലെ തിരിച്ചയക്കാം, അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പം നമ്മുടെ സ്പൈഡർമാൻ പറയില്ല, അത് പറ്റത്തില്ല, അവർ ഓൾറെഡി അഫക്റ്റ് ആയി വന്നവരാണ്. അപ്പം ഗ്രീൻ ഗ്ലോബിനായാലും ശരി, ഡോക്ടർ ഒക്ടോപ്പസ് ആയാലും ലിസാർഡ് ആയാലും ഇലക്ട്രോ ആയാലും എല്ലാവരും അഫക്റ്റഡ് ആണ്, സോ അവരെല്ലാം ശരിയാക്കിയിട്ട് തിരിച്ചയക്കാം, അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിലുള്ള സ്പൈഡർമാൻസ് അവരെ കൊല്ലും എന്നുള്ള രീതിക്ക് ആകുമ്പോൾ ഇവർ തമ്മിലുള്ള ക്ലാഷ് ആവും. അതായത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചും സ്പൈഡർമാനും ക്ലാഷ് ആവും. പക്ഷെ ആ ഒരു ക്ലാഷ് ഒന്ന് നീണ്ട് അങ്ങ് പോകും. ലാസ്റ്റ് ഈ ഒരു വില്ലൻസ് എല്ലാവരും കൂടി ഓക്കെ നന്മയുടെ സൈഡ് നിൽക്കാം, ശരിയാക്കാന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷെ എല്ലാവരും ലാസ്റ്റ് നമ്മളെ സ്പൈഡർമാനെ ചതിക്കും. അതായത് ഇവരെല്ലാവരും ലാസ്റ്റ് ഒരു ഒറ്റ കെട്ടായിട്ട് നമ്മൾ സ്പൈഡർമാനെ നേരെ അറ്റാക്ക് ചെയ്യുമ്പോൾ സമയത്താണ് സ്പൈഡർമാന്റെ ഫ്രണ്ടിലെ നെഡ് പുള്ളിക്കാരൻ്റെ കയ്യിൽ നമ്മൾ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ ആ ഒരു സ്ലിംഗ് റിംഗ് കിട്ടും. അത് വെച്ചിട്ട് പുള്ളിക്കാരനെ മറ്റേ ഡോക്ടർ സ്ട്രേഞ്ച് ചെയ്യുന്ന പോലെ വേറൊരു യൂണിവേഴ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സ്പൈഡർമാൻസ് വരും. ആദ്യം വരുന്ന ആൻഡ്രൂന്റെ സ്പൈഡർമാൻ ആണ്, പിന്നീട് ടോബിയുടെ സ്പൈഡർമാൻ വരും. സോ അങ്ങനെയാണ് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ബാക്കി എല്ലാ വില്ലൻസിനെ അറ്റാക്ക് ചെയ്തത്. അത് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസിൽ ഒന്നും കൂടിയാണ്. കാരണം എൻഡ് ഗെയിമിന് ശേഷം അങ്ങനെ മാർവലിന് അങ്ങനെ വലിയ ഹിറ്റും കാര്യങ്ങളൊന്നുമില്ല. സോ അങ്ങനെ വന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ടീമാവും. അതായത് നമ്മുടെ ടോം ഹോളന്റെ സ്പൈഡർമാനും ആൻഡ്രൂയുടെ സ്പൈഡർമാനും ടോബിയുടെ സ്പൈഡർമാനും എല്ലാവരും കൂടി ചേർന്ന ടീമായിട്ട് ആ ഒരു വില്ലൻസിനെ അറ്റാക്ക് ചെയ്യും. സോ ഈ ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് ആ ഒരു മൾട്ടിവേഴ്സ് കൊളാപ്സ് ആവും. അതായത് ഇവരിപ്പം ഫൈറ്റ് നടക്കുന്ന ആ ഒരു എർത്ത് എന്ന് പറയുന്ന എർത്ത് 616 ആണ്. സോ അവിടെ വെച്ചിട്ട് ആ ഒരു മൾട്ടിവേഴ്സ് കൊളാപ്സ് ആവുകയും പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന് അറിയുന്ന മറ്റുള്ള യൂണിവേഴ്സിലുള്ള എല്ലാ വില്ലൻസും കൂടി ഇവിടെ വരാൻ നിൽക്കും. അപ്പോൾ നമ്മളെ പീറ്റർ പാർക്കർ പറയും, അതായത് നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ പറയും, ഇനി വേറെ രക്ഷയില്ല, ഇതിന് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇവിടെ വന്ന് ആകെ പണിയാന്ന് പറഞ്ഞിട്ട് നേരെ ഡോക്ടർ സ്ട്രേഞ്ചിനോട് പറയും, നേരത്തെ യൂസ് ചെയ്ത സ്പെല്ല് ഒന്നും കൂടി യൂസ് ചെയ്തോ, ഇനി ഓൾട്രേഷൻസ് ഒന്നും വേണ്ട, ആ ഒരു സ്പെല്ല് യൂസ് ചെയ്തോ, ഞാൻ ആരാന്നുള്ള കാര്യം എല്ലാവരും മറക്കട്ടെ എന്ന് പറയും. ആ ഒരു സ്പൈഡർമാൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നും അല്ലെങ്കിൽ പീറ്റർ പാർക്കർ എന്നൊരു ക്യാരക്ടർ ഉള്ളതായിട്ട് ഈ ലോകത്ത് ഒരു മനുഷ്യൻ അറിഞ്ഞൂടാ. ആൻഡ് ആ ഒരു ടൈമിൽ നമ്മൾ അയൺമാൻ കൊടുത്ത ആ ഒരു സ്യൂട്ടും ടെക്നോളജി ഒന്നും നമ്മളെ പീറ്റർ പാർക്കറിന്റെ ഇല്ല. സോ സ്വന്തമായിട്ട് ഒരു പുതിയ സ്യൂട്ടും ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആയിട്ട് തന്റെ ജേർണി കണ്ടിന്യൂ ആണ്. ഇവിടെ വരെയാണ് നമ്മുടെ സ്പൈഡർമാന്റെ ഒരു ഫുൾ സ്റ്റോറി നിൽക്കുന്ന, അതായത് ടോം ഹോളന്റെ സ്പൈഡർമാന്റെ ഫുൾ സ്റ്റോറി നിൽക്കുന്ന. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ പീറ്റർ പാർക്കർ ആരാന്ന് ആർക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും ഒരാൾക്കും അറിയത്തില്ല. തന്റെ ഗേൾ ഫ്രണ്ടിനെ അറിയത്തില്ല, തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അറിയത്തില്ല. ആരുമില്ലാതെ ഈ ലോകത്ത് ഒറ്റപ്പെട്ട് നിൽക്കത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. സോ ഇതിനുശേഷം നടക്കുന്ന സ്റ്റോറിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലുള്ളത്. നെക്സ്റ്റ് ഈ ഒരു മൂവിയിൽ അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടറാണ് ഹൾക്ക്. ഹൾക്കിനെ ഫസ്റ്റ് MCUവിൽ കാണിക്കുന്നത് ഈ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന മൂവിയിലാണ്. ആ ഒരു മൂവിയിൽ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന എഡ്വിൻ നോർട്ടൺ ആണെങ്കിലും അവഞ്ചേഴ്സ് എന്ന ഒരു മൂവിയിലോട്ട് വന്നപ്പോൾ അത് മാർക്ക് റഫോളോ എന്ന ഒരു ക്യാരക്ടറിലോട്ട് മാറി. പുള്ളിക്കാരനാണ് പിന്നീട് അവിടെ തൊട്ട് ഇതുവരെ ആ ഒരു ഹൾക്ക് എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു സ്റ്റോറി നോക്കുമ്പോൾ തന്നെ അവഞ്ചേഴ്സ് ഫസ്റ്റ് മൂവിയിൽ ബ്രൂസ് ബാനർ വരുന്ന ഒരു ടെക്നിക്കൽ സപ്പോർട്ടിനാണ്. പിന്നീട് ലോക്കിയുടെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ഒരു ഹൾക്കായിട്ട് മാറുന്നതാണ്. ആൻഡ് അതിനുശേഷം ഏജ് ഓഫ് അൾട്രോണിൽ പുള്ളിക്കാരൻ അപ്പിയറൻസ് ചെയ്യുന്നുണ്ട്. ഏജ് ഓഫ് അൾട്രോണിൽ നട്ടാഷനോടുള്ള സ്നേഹവും പിന്നീട് താൻ കാരണം അവിടെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി ഹൾക്ക് ആ ഒരു പ്ലെയിൻ എടുത്തിട്ട് സക്കാർ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റ് പോവാണ്. പിന്നീട് ഒരുപാട് കാലം ഹൾക്കിനെ ആരും കണ്ടിട്ടില്ല. സോ പിന്നീട് ഹൾക്കിനെ കാണുന്ന തോർ റാഗ്നോർക്കിലാണ്. അവിടെ വെച്ചിട്ടാണ് തോർ ഹൾക്കിനെ മീറ്റ് ചെയ്യുന്നത്. പിന്നീട് തോറാണ് ഹൾക്കിനെ കൊണ്ടുവരുന്നത് അസ്ഗാർഡിലോട്ട്. പിന്നെ അസ്ഗാർഡിൽ വെച്ച് വലിയൊരു ഫൈറ്റ് കിടക്കുകയും പിന്നെ അസ്ഗാർഡ് ടോട്ടലായിട്ട് ഇല്ലാതാവുകയും പിന്നീട് അവിടെ നിന്ന് എല്ലാവരും കൂടി എർത്തിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു സ്പേസ് ഷിപ്പിനെ താനോസ് ഹൈജാക്ക് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഹൾക്ക് ഫസ്റ്റ് ടൈം താനോസിനെ മീറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം ഹൾക്ക് തോൽക്കുന്നത്. കാരണം അവിടെ ലോക്കി വരുന്ന ഡയലോഗ് ഉണ്ട്, വി ഹാവ് ഹൾക്ക് എന്ന് പറഞ്ഞിട്ട് താനോസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതും ഹൾക്ക് തോക്കുന്നു. പിന്നീട് അതിന്റെ പേടിയിലാണ് ആ ഇൻഫിനിറ്റി വാറിൽ ഹൾക്ക് പുറത്തു വരാതെ ഫുൾ ടൈം ആ ഒരു ബ്രൂസ് ബാനർ ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ആ ഒരു എൻറ്റയർ മൂവിയിൽ ബ്രൂസ് ബാനർ യൂസ് ചെയ്തിരിക്കുന്ന അയൺമാൻ കൊടുത്ത സ്യൂട്ടിലാണ്. പിന്നീട് ആ ഒരു 5 വർഷം ശേഷം ആ ഒരു എൻഡ് ഗെയിമിലോട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ ആ ഒരു ടൈം ട്രാവലൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റോൺസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പിന്നീടും ആ ഒരു സ്നാപ്പ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ ഹൾക്കിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് നോക്കുവാണെങ്കിൽ അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ ഹൾക്കായിട്ടും മൈൻഡ് സൈഡ് ബ്രൂസ് ബാനർ ആയിട്ടും അങ്ങനെ ടോട്ടലായിട്ട് ഒരു പ്രൊഫസർ ഹൾക്കായിട്ട് മാറുന്നുണ്ട്. സ്നാപ്പിൽ വിട്ട് ആ ഒരു ഫുൾ പോപ്പുലേഷനെ തിരിച്ചുകൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരാളാണ് ഹൾക്ക്. കാരണം ഹൾക്കാണ് ആ ഒരു ടൈം ട്രാവലും ബാക്കിയുള്ള ഇവന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നീട് ആ ഒരു ഫസ്റ്റ് സ്നാപ്പ് ചെയ്യുന്നതും. അതായത് ഹൈൻമാനിന് മുമ്പ് എല്ലാവരും തിരിച്ചു കൊണ്ടുവരുന്ന സ്നാപ്പ് ചെയ്യുന്നത് ഹൾക്കാണ്. പിന്നീടാണ് ഹൈൻമാൻ ആ ഒരു സ്നാപ്പിലോട്ട് പോകുന്നത്. ആൻഡ് പിന്നീട് ഈ ഒരു എൻഡ് ഗെയിമിന് ശേഷം ഹൾക്ക് വരുന്നത് ഷീ ഹൾക്ക് എന്ന് പറയുന്ന ഒരു അപരാധം പിടിച്ച സീരീസിലാണ്. ആ ഒരു സീരീസിൽ വന്നതിന് ശേഷം ഒരു ആക്സിഡന്റിൽ പറ്റുകയും ആ ഒരു
ആക്സിഡന്റിൽ തന്റെ കസിൻ ആ ഒരു ബ്ലഡ് ട്രാൻസ്ഫർ ആവുകയും തന്റെ കസിൻ ആ ഒരു ഷീ ഹൾക്കായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവസാനം ഹൾക്കിന്റെ മകനൊക്കെ വരുന്നതായിട്ട് കുറെ കാണിക്കുന്നുണ്ട്. എന്റെ പൊന്നു അപരാധം എന്നൊക്കെ പറഞ്ഞാൽ വെറും അപരാധം പിടിച്ചൊരു സീരീസ് ആണ്. ഇത് എങ്ങനെയൊക്കെ ഞാൻ കണ്ടു തീർത്തു. ഇടയ്ക്കൊക്കെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് വിട്ടായിരുന്നു, കാരണം പയ്യെ എന്നെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഒരു സീരീസിലാണ് നമ്മളെ ബ്രൂസ് ബാനർ ആ ഒരു ഹൾക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹൾക്ക് ഇൻവേർട്ടർ എന്ന് പറയുന്ന ഡിവൈസ് കണ്ടുപിടിക്കുന്നതും ഹൾക്കിനെ കൺട്രോൾ ചെയ്യുന്നതും. അവിടെ നിന്നാണ് ബ്രാൻഡ് ന്യൂ ഡേ എന്ന മൂവിലോട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഈ ഒരു മൂവിയിൽ വരുന്ന 2 ക്യാരക്ടേഴ്സ് ആണ്, ഒന്ന് ഡെയർ ഡെവിലും മറ്റൊരു പണിഷറും. ഡെയർ ഡെവിൽ നമുക്ക് ട്രെയിലറിലൂടെയും കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഷുവർ ആണ് ഈ ഒരു സിനിമയിൽ കാണാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു സീൻ ഉണ്ടല്ലോ, അത് വെച്ചിട്ട്. ഡെയർ ഡെവിൽ ആരാന്ന് ചോദിച്ചാൽ ലോയർ ആണ്. പുള്ളിക്കാരന് കണ്ണ് കാണാൻ പറ്റത്തില്ല. കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു ആക്സിഡന്റിൽ കണ്ണിന്റെ പവർ പോയതാണ്. പക്ഷെ ആ ഒരു കണ്ണിന്റെ പവർ പോയെങ്കിലും മറ്റുള്ള ഓർഗൻസിന്റെ പവർ കൂടി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആ നോയ്സും സ്മെല്ലും അതിന്റെയൊക്കെ ഒരു പവർ കൂടിയിട്ടുണ്ട്. ആൻഡ് പുള്ളിക്കാരന്റെ വിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു എക്സ്റേ പോലത്തെ അല്ലെങ്കിൽ ഒരു ബ്ലറി ആയിട്ടുള്ള നമ്മളെ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് ഒക്കെ പിടിക്കുന്നില്ല, അങ്ങനത്തെ ഒരു വിഷനാണ് പുള്ളിക്കാരനുള്ളത്. ഡെയർ ഡെവിൽ അങ്ങനെ വലിയ സൂപ്പർ പവർ ഒന്നുമില്ല, കുറച്ച് മാർഷൽ ആർട്സ് അറിയാം, അത്രേ ഉള്ളൂ. മോർണിംഗ് ടൈമിൽ പുള്ളിക്കാരൻ ഹെൽസ് കിച്ചന്റെ ഒരു ലോയർ ആണ്. രാത്രിയാകുമ്പോൾ ഹെൽസ് കിച്ചന്റെ ഒരു വിജിലാന്റി ആയിട്ട് ഡെയർ ഡെവിൽ ആയിട്ട് മാറും. ആൻഡ് ഡെയർ ഡെവിലെ ഒരു മെയിൻ വില്ലൻ ആരാന്ന് വെച്ചാൽ കിങ് പിൻ ആണ്. പുള്ളിക്കാരന്റെ പേര് വിൽസൺ ഫിസ്ക് എന്നാണ്. ഈ ഒരു പേര് ഓർത്ത് വെച്ചോ. പുള്ളിക്കാരൻ ഒരുപാട് സീരീസിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഡെയർ ഡെവിൽ അല്ലാതെ തന്നെ ഹോക്കായിലും എക്കോയിലും അങ്ങനെ ഒരുപാട് സീരീസിൽ പുള്ളിക്കാരൻ വന്നു പോകുന്നുണ്ട്. ആൻഡ് ഡെയർ ഡെവിലെ സീസൺ 2 ഡെയർ ഡെവിന്റെ വില്ലനായിട്ട് വരുന്ന പണിഷർ ആണ്. അതിന്റെ ഒപ്പം തന്നെ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ വരുന്നുണ്ട്. ഈ ഹാൻഡ് ആണ് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്ന ഒരു റെഡ് സ്യൂട്ട്സ് ഇട്ട് അസാസിൻസ് ഉണ്ടല്ലോ അവര്. ആൻഡ് ഇതിനുശേഷം ഡെയർ ഡെവിൽ അപ്പിയറൻസ് ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഡിഫൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള മിനി സീരീസ്. അതിൽ അയൺ ഫീസ്റ്റ് ഉണ്ട്, ലൂക്ക് കേജ് ഉണ്ട്, ജെസിക്ക ജോൺസ് ഉണ്ട്, പിന്നെ ഡെയർ ഡെവിൽ ഉണ്ട്. സോ അതിൽ മെയിൻ വില്ലനായിട്ട് വരുന്ന ഈ ഹാൻഡ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. പിന്നീട് അതിനുശേഷം ഡെയർ ഡെവിൽ വരുന്നത് സീസൺ 3 അതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ബുൾസൈ എന്നൊരു ക്യാരക്ടറാണ്. അതിന്റെ കൂടെ തന്നെ കിങ് പിൻ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഡെയർ ഡെവിൽ അപ്പിയർ ചെയ്യുന്ന ഒരു സീരീസ് ആണ് ഷീ ഹൾക്ക്. ഈ ഒരു സീരീസിനെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. എന്തിനാണ് ഈ മൂപ്പർ ഇതിൽ കയറി വന്നതെന്ന് പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു അപ്പിയറൻസ് നടത്തുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെയാണ് ഡെയർ ഡെവിൽ സ്പൈഡർമാന്റെ ലോയർ ആയിട്ട് നോവേ ഹോമിനും കൂടി വരുന്നുണ്ട്. മറ്റൊരു കല്ലൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സീൻ, അത് അടിപൊളി സീനാണ്. ചെറിയൊരു ക്യാമിയാണ്, പക്ഷെ അടിപൊളിയായിരുന്നു അത്. സോ ആ ഒരു സീസൺ 3 ശേഷം നമ്മൾ ഡെയർ ഡെവിൽ വരുന്ന ഡെയർ ഡെവിൽ ബോൺ അഗൈൻ 1-ലും 2-ലാണ്. ബോൺ അഗൈൻ 1-ൽ നോക്കുവാണെങ്കിൽ 1-ലാണെങ്കിൽ കിങ് പിൻ മേറാവുന്നുണ്ട്. ആൻഡ് മ്യൂസ് എന്ന് പറയുന്ന ഒരു സൈക്കോ കില്ലർ വരുന്നുണ്ട്. സീസൺ 2-ൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡെയർ ഡെവിൽ ആ ഒരു കിങ് പിൻ ആ ഒരു ന്യൂയോർക്കിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുന്ന രീതിക്കാണ് ആ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. അതിലാണ് അവസാനത്തെ ആ ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഡെയർ ഡെവിൽ ജയിലിലോട്ട് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് അപ്പിയർ ചെയ്യുന്ന ക്യാരക്ടറാണ് പണിഷർ. പണിഷർ വരുന്ന ഡെയർ ഡെവിൽ സീസൺ 2-ൽ വില്ലൻ ആയിട്ടാണ്. പണിഷറിന്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ തന്റെ ഫാമിലിനെ ഇല്ലാതാക്കി എല്ലാവരും തെരഞ്ഞു പിടിച്ച് കൊല്ലുക എന്നുള്ള ഒറ്റ മോട്ടീവ് ആയിരുന്നു ആ ഒരു ക്യാരക്ടറിനുള്ളത്. സീസൺ ഫുള്ള് പുള്ളിക്കാരൻ ഓടി നടന്ന് തന്റെ ഫാമിലി ഇല്ലാതൊക്കെ എല്ലാവരും കൊന്നു തള്ളിയിട്ടുണ്ട്. ഡെയർ ഡെവിലിനെയും സ്പൈഡർമാനെ പോലും കുറ്റം ചെയ്തവർ ആ ഒരു ലോയുടെ മുന്നിൽ കൊണ്ടുവരണമെന്നല്ല, പുള്ളിക്കാരന്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കൊല്ലുക, അത്രേ ഉള്ളൂ. ആൻഡ് പണിഷർ എങ്ങനെയാണ് ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്നത് ചോദിച്ചാൽ പണിഷറിന്റെ ഒരു ലാസ്റ്റ് റിലീസ് ആയ ഒരു മൂവി ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിം പോലെ, ഒരു 40 to 50 മിനിറ്റ്സ് ഉള്ള ഒരു പണിഷർ വൺ ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഉണ്ട്. അതിൽ പണിഷർ കൊന്നുകളഞ്ഞ ഒരാളുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള മാ ഗുച്ചി എന്ന് പറയുന്ന ആള് റിവെഞ്ചിന് വേണ്ടിയിട്ട് പണിഷറിനെതിരെ തന്നെ ബൗണ്ടി സെറ്റ് ചെയ്യും. ആ ഒരു ബൗണ്ടിയിൽ നിന്ന് പണിഷർ രക്ഷപ്പെടും. പക്ഷെ പിന്നീട് ആ ഒരു പോയിന്റിലാണ് പണിഷർ റിയലൈസ് ചെയ്യണം താൻ രക്ഷപ്പെട്ടാൽ മാത്രം പോരാ, തന്റെ കൂടെ നിൽക്കുന്നവരെയും ചുറ്റും നിൽക്കുന്നവരെയും രക്ഷപ്പെടുന്നുള്ള ഒരു മെന്റാലിറ്റിയോട് ആ ഒരു പണിഷർ എന്ന് പറഞ്ഞ ക്യാരക്ടർ മാറുന്നുണ്ട്. സോ ആ ഒരു മൂവ്മെന്റിനാണ് പണിഷർ നേരെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലോട്ട് വരുന്നത്. സോ ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സിനിമ കാണുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ അതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിന്റെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് ഈ ഒരു സിനിമയിൽ വരുന്നത്, അവരുടെ ബാക്ക് സ്റ്റോറി, അവരും ഈ ഒരു സിനിമയിലായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചിരിക്കുന്നത്. സോ എന്തായാലും ഞാൻ ഒരുപാട് വെയിറ്റിംഗ് ആണ് സിനിമ കാണാനായിട്ട്. ഫസ്റ്റ് ഷോ തന്നെ പോകുന്നുണ്ട്, കണ്ടിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും കാര്യം മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും പറയുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.